ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഞെട്ടിക്കൽ ചോദ്യമാണ്. ഇപ്പൊ ഞെട്ടിക്കൽ ചോദ്യമോ അല്ലെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യത്തെ നമുക്ക് അങ്ങനെ എടുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ ഇത് ഏത് പാഠഭാഗത്തു നിന്നാണ്? നമ്മുടെ വിഷുക്കണി എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നാണ്. ആ പാഠം പഠിപ്പിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇരുട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണെന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർദ്ദൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. അല്ലെ, വിഷുക്കണിയിൽ വൈലോപ്പിള്ളി പറയുന്ന വരികളാണ്. വീടെന്ന് പറഞ്ഞുകൂടാ, ചാളയാണ്. ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചു ഇറങ്ങി തുടങ്ങും. ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരിയും. വയറ് കാളാൻ തുടങ്ങുമ്പോൾ ജന്മിയുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല, മുറ്റത്തുപോലുമല്ല, തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. എതിര് എന്ന് പറയുന്ന കൃതിയില് എം കുഞ്ഞാമൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. കവിതയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഇരുട്ടും അതേപോലെ കുഞ്ഞാമന്റെ അനുഭവ വിവരണങ്ങളിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ എന്തെല്ലാം? അപ്പൊ ഇരുട്ട് എന്ന് പറയുന്നത് ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ഇരുട്ടിനെ കൃതിയിലും അതേപോലെ കുഞ്ഞാമന്റെ കൃതിയിലും നമ്മുടെ കവിതയിലും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് അതായത് എതിര് എന്ന് പറയുന്ന കൃതി. എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് എതിര് എന്ന് പറയുന്ന കൃതി. ഓക്കെ, അപ്പൊ എം കുഞ്ഞാമന്റെ ആത്മകഥയായ എതിരിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ചോദ്യമായി തന്നിരിക്കുന്നത്. അല്ലെ, അപ്പൊ ആദ്യം തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പുസ്തകം വായിക്കാനിരിക്കുകയാണ്. എങ്ങനെയാ വായിക്കുന്നത്? മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്നാണ് അദ്ദേഹം വായിക്കുന്നത്. അല്ലെ, അപ്പൊ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അമ്മ വന്നിട്ട് ആ വിളക്ക് എടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇരുട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ഇരുട്ട് തന്നിലേക്ക് അരിച്ചിറങ്ങും. ഒരു വിളക്കേ ഉള്ളൂ. ആ വിളക്ക് അടുക്കളയിലേക്ക് അമ്മ കൊണ്ടുപോകുമ്പോൾ പഠിക്കാനിരിക്കുന്ന കുട്ടിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്, ഇരുട്ട് അരിച്ചിറങ്ങും എന്ന് പറയാണ്. വിളക്ക് എടുത്തു കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഇരുട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിലും തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ദാരിദ്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും ഇരുട്ടിനെയാണ് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇവിടെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് ഇരുട്ട് എന്ന് പറയുന്ന പ്രയോഗം വരുന്നത്. അപ്പോ ഈ കുഞ്ഞാമൻ എന്ന് പറയുന്ന നമ്മളുടെ എഴുത്തുകാരൻ കേരളത്തിലെ ഒരു സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനും ദളിത് ചിന്തകനും അധ്യാപകനും ഒക്കെയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ എന്നറിയപ്പെടുന്ന നമ്മളുടെ സാഹിത്യകാരൻ. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു ദളിത് സമൂഹത്തില് ജീവിച്ച് വളർന്ന അതിന്റെ എല്ലാ തരത്തിലുള്ള മാറ്റി നിർത്തലുകളെയും സമൂഹത്തിന്റെ അവഹേളനങ്ങളും എല്ലാം സഹിച്ച് അതിനെ ഒക്കെ എന്താണ് ജീവിതത്തിൽ അതിന്റെ ഒക്കെ കറുത്ത നിഴലുകൾ ജീവിതത്തിനെ ബാധിച്ചിട്ടുള്ള ഒരുപാട് ട്രോമകൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയായിരുന്നു എന്ത് ചെയ്തത്, കുഞ്ഞാമൻ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഉയരങ്ങളിലേക്കൊക്കെ അദ്ദേഹം എത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസമാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന്റെ ജീവിതത്തെയൊക്കെ വലിയൊക്കെ വെളിച്ചമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, അവഹേളനങ്ങൾ സഹിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കഥകളിലും പാട്ടുകളിലും കവിതയിലും ഹിസ്റ്ററിയിലൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞാമൻ തന്റെ കഥയെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ആത്മകഥയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ കഷ്ടപ്പാടിന്റെയും അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഇവിടെ ഇരുട്ട് എന്ന് പറയുന്നത് കടന്നു വരുന്നത്. തൊടിയില് കുഴി കുത്തി ഭക്ഷണം കൊടുക്കുന്ന ഇരുട്ടിനെ പോലും, സമ്പന്നരുടെ മനസ്സിലുണ്ടായിരുന്ന ഇരുട്ടിനെ പോലും ഇവിടെ പ്രത്യക്ഷത്തിൽ എന്താണ്, അത്രയും നീചമായിട്ടുള്ള ഒരു ഇരുട്ടിനെ പാത്രത്തിൽ പോലും കുടിക്കാൻ പറ്റില്ല. കാരണം അന്ന് തോട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ മനുഷ്യനാണെന്ന് ആലോചിക്കുക. മൃഗങ്ങൾക്ക് പോലും എന്ത് ചെയ്യുന്നു, നമ്മൾ നല്ല പാത്രത്തിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയും മനുഷ്യരെന്ത് ചെയ്തിരുന്നു, ബോധമില്ലാത്ത മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ഇങ്ങനെയും മനുഷ്യർ എന്താണ്, മൃഗതുല്യമായിട്ട്, മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിൽ ജീവിച്ചിരുന്ന ഒരുപാട് തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ വൈലോപ്പിള്ളി പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ചങ്ങാതിമാരുടെ വീട്ടിലുള്ള ഇരുട്ടിനെ കുറിച്ചാണ്. സമ്പന്നതയിലാണ് ആരുള്ളത്, വൈലോപ്പിള്ളി ഉള്ളത്. അപ്പൊ വൈലോപ്പിള്ളി വിഷുക്കണി കാണുന്ന സമയത്ത്, വിഷു ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമാണ് വെളിച്ചമുള്ളത്. ചുറ്റും ഈ ഉൾനാട്ടിലൻ ചങ്ങാതിമാർദ്ദൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ തന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തന്റെ ചുറ്റുമുള്ള ചങ്ങാതിമാരുടെ വീട് എവിടെയാണ്, ഇരുട്ടിലാണ്. ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാണ് വിഷു എന്ന് പറയുന്ന ആഘോഷം. വിഷുവിന് കണി വെക്കണമെങ്കിൽ എന്ത് വേണം, നെല്ലും പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ വേണോ? ഇത് ഇല്ല ആരുടെ കയ്യില്,
ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധാരണക്കാരായ കർഷകന്റെ വീട്ടിലില്ല. അവൻ കൃഷി ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? തമ്പ്രാന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇത് പാകമാവുന്ന സമയത്ത് തമ്പ്രാൻ കൊണ്ടുപോകും. അപ്പൊ ഒന്നുമില്ലായ്മയിലാണ്, നിത്യദാരിദ്ര്യത്തിലാണ് കർഷകരുള്ളത്. അപ്പൊ അവരനുഭവിക്കുന്നതാണ് എന്ത്? ആ ഇരുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇരുട്ടിനെ, ദാരിദ്ര്യത്തിന്റെ, അസമത്വത്തിന്റെ ഇരുട്ടിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കൃതിയിലും അല്ലെ. വിഷുക്കണി കണ്ട കവി വീടിന്റെ ചുറ്റും ഇരുട്ട് കാണുന്നു. അപ്പൊ ആ വീടുകളിലും എന്താണ്? ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന അല്ലെ സന്തോഷത്തിന്റെയും അല്ലെ എന്താ പറയാ വെളിച്ചമില്ലായ്മയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അസമത്വങ്ങൾ തന്നെയാണ്. ജാതിമതമായിട്ടുള്ള അന്നും എന്താണ്? കർഷകന് ഭൂമിയില്ല, പാട്ടത്തിലുള്ള ഭൂമിയിലാണ്, തമ്പ്രാന്റെ ഭൂമിയാണ്. തൊട്ടുകൂടായ്മയും തേടിക്കൂടായ്മയും അയിത്തമും അനാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന കാലത്തെ തന്നെയാണ്, ആ അസമത്വങ്ങളിൽ തന്നെയാണ് വിഷുക്കണി എന്ന് പറയുന്ന കവിതയിലെ വരിയിലൂടെ എന്ത് ചെയ്യുന്നത്? വൈലോപ്പിള്ളിയും അവതരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ എതിര് എന്ന് പറയുന്നത് കുഞ്ഞാമ്മന്റെ എന്താണ്? ആത്മകഥയാണ്. വളരെ ചെറിയ പ്രായം മുതൽ, പഠിക്കുന്ന കാലം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുഞ്ഞാമ്മൻ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകള് ഒക്കെ, അരികുവൽക്കരണം ഒക്കെ അനുഭവിച്ച് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലെ ബോർഡിൽ കണക്കെഴുതിയ അധ്യാപകൻ അദ്ദേഹത്തെ ജാതിപ്പേര് വിളിക്കുകയാണ് കണക്കെഴുതാൻ വേണ്ടി. അപ്പോൾ കുഞ്ഞാമ്മൻ പറയുകയാണ്, എന്തെന്നെ ജാതിപ്പേര് വിളിക്കരുത്, എനിക്ക് പേരുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ചെകിട്ടത്തടിച്ചിട്ടുള്ള അടിയായിരുന്നു മാഷിന്റെ മറുപടി അല്ലെ. അധ്യാപകനാണെന്ന് ആലോചിക്കുക. അങ്ങനെ എന്തോരം ട്രോമകളായിരിക്കും ഓരോ കുഞ്ഞുങ്ങൾക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം കളിയാക്കുന്നുണ്ട്. ഈ സ്ലേറ്റും പെൻസിലും എടുത്ത് വരുന്ന എന്തിനാണ്? സ്ലേറ്റും പെൻസിലും ഇല്ലാത്ത സ്കൂളിൽ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പരിഹസിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? സ്കൂളിലെ കഞ്ഞി കൂടി നിർത്തി എന്നും കുഞ്ഞാമ്മൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ ഭീകരമായ രീതിയിലുള്ള അവഗണനകളൊക്കെ നേരിട്ട് കുഞ്ഞാമ്മൻ അദ്ദേഹം പഠിച്ച് അല്ലെ, സ്വപ്രയത്നം കൊണ്ട്, പഠിക്കാൻ പോലും അവസരം ഇല്ലായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ റാങ്ക് മെഡലൊക്കെ കിട്ടിയിട്ടുള്ള മെഡലൊക്കെ വിറ്റിട്ടൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. വീട്ടിലെ ദാരിദ്ര്യം, കഷ്ടപ്പാടും അത്രയേറെ ബുദ്ധിമുട്ട് നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹം പഠിച്ചു വന്നേന്നുള്ളതാണ്. ജാതി വിവേചനവും അസമത്വവും തുടരുന്ന സാമൂഹ്യ അന്തരീക്ഷം എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കുഞ്ഞാമ്മനെ അല്ലെ അസ്വസ്ഥനാക്കിയിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, താൻ ജനിച്ചു വളർന്ന സമൂഹം തനിക്ക് തന്നിട്ടുള്ള 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നെന്താണ്? ദാരിദ്ര്യമാണ്, ഭയമാണ്, അപകർഷബോധമാണ്, ആത്മവിശ്വാസമില്ലായ്മയാണ്, ധൈര്യമില്ലായ്മയാണ് അല്ലെ. ഇതിൽ അപകർഷതാബോധത്തിൽ നിന്നും ധൈര്യമില്ലായ്മയിൽ നിന്നും ഒരിക്കലും തനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുക്തനാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം പറയുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞാമ്മനെ പോലെ എത്രയോ മനുഷ്യരെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കൃതികളിലും സാഹിത്യത്തിലും ചരിത്രത്തിലും ഒക്കെ കാണാൻ പറ്റുന്ന എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇരുട്ട് അല്ലെ, കൃതിയിലുള്ള ഇരുട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഇരുട്ടിനെ കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. 5 മാർക്കിനോ 7 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ ഇരുട്ട്, അസമത്വത്തെയും ദാരിദ്ര്യത്തെയും ഒക്കെയാണ് ഈ 2 കൃതികളിലും എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.